കൗമാരക്കാരിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന പ്രധാന ഒരു പ്രശ്നമാണ് ടീനേജ് പിമ്പിൾസ്. ഇതിന് പ്രത്യേകമായി ചികിത്സ ആവശ്യമുണ്ടോ? സാധാരണയായി നോർമലായിട്ടുള്ള ടീനേജ് പിമ്പിൾസ് ഉണ്ടായാൽ ഏകദേശം 7 ദിവസങ്ങൾ കൊണ്ട് അത് അപ്രത്യക്ഷമായി പോകാറുണ്ട്. ഇതിന് പ്രത്യേകമായ ഒരു ചികിത്സയുടെ ആവശ്യമില്ല. എന്നാൽ അതിന് പ്രത്യേകമായ ചില കെയറുകൾ ആവശ്യമുണ്ട്. കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു കാരണവശാലും ഈ ടീനേജ് പിമ്പിൾസിനെ ബുദ്ധിമുട്ടിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല. സാധാരണയായി കണ്ണാടിയുടെ മുമ്പിൽ നോക്കിക്കഴിയുമ്പോൾ ടീനേജേഴ്സിന് അതിലൊന്ന് ഞെക്കണമെന്നും അതൊന്ന് അമർത്തണമെന്നും അതൊന്ന് പൊട്ടിക്കണമെന്നും ഒക്കെ തോന്നാം. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്താൽ ഇതിൽ അണുബാധ ഉണ്ടാകാനും പഴുപ്പ് വേദന ഒക്കെ ഉണ്ടാകാനും കൂടാതെ നമ്മളുടെ മുഖത്ത് കലകൾ അവശേഷിക്കാനും സാധ്യതയുണ്ട്. കൗമാരക്കാരുടെ മുഖത്ത് കൂടുതൽ പിമ്പിൾസ് ഉണ്ടാവാതിരിക്കാനും ചർമ്മം സംരക്ഷിക്കുന്നതിനും വേണ്ടി 4 മാർഗ്ഗങ്ങൾ പറയാം. നമ്മുടെ വിയർപ്പിൽ ധാരാളമായി അമോണിയയും യൂറിയയും അടങ്ങിയിട്ടുണ്ട്. വിയർപ്പുണങ്ങിയ ശേഷം ഈ അമോണിയയും യൂറിയയും സ്കിന്നിൽ അടിഞ്ഞുകൂടുകയും പിമ്പിൾസിന് അണുബാധ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളം ചൂടുവെള്ളത്തിൽ ഗ്ലിസറിൻ സോപ്പ് ഉപയോഗിച്ച് കഴുകി സോഫ്റ്റായ ക്ലോത്ത് കൊണ്ട് മുഖം തുടച്ച് വൃത്തിയാക്കണം. കൗമാരക്കാർ ഇന്ന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സും അൾട്രാ പ്രോസസ്ഡ് ഫുഡും നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും കൂടുതൽ പിമ്പിൾസ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്ട്രെസ് ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡായി നിലനിൽക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഇടവിട്ട് ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളുടെ ചില പിമ്പിൾസ് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കേണ്ടതുണ്ട്. നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടുകയും കൂടുതൽ നാളുകൾ നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന പിമ്പിൾസ് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇന്ന് ഹോമിയോപ്പതിയിൽ ടീനേജ് പിമ്പിൾസ് ചികിത്സിക്കുന്നതിനായി ധാരാളം മെഡിസിൻസ് ഉണ്ട്. മറ്റ് മെഡിസിൻസിനെ അപേക്ഷിച്ച് ഹോമിയോപ്പതി മെഡിസിൻ 100% സൈഡ് എഫക്റ്റ് ഇല്ലാത്തതായതുകൊണ്ട് ടീനേജ് പിമ്പിൾസിന് ഹോമിയോപ്പതി സ്വീകരിക്കാവുന്നതാണ്. ഇത്തരം ആരോഗ്യകരമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ദയവായി ഷെയർ ചെയ്യുക. കൂടുതൽ ഇത്തരം ഹെൽത്തി ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യുക.